Good morning, all. Good morning. Morning. Okay, അപ്പോൾ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. IC എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് വൺ എടുക്കുന്നത് മൊഡ്യൂൾ 2 ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 2 12th ലെസൺ ആണെന്ന് തോന്നുന്നു. 12th അല്ലേ? ആണോ? നമ്പർ കൃത്യമായിട്ട് ഞാൻ നോക്കില്ല കേട്ടോ. സെക്കൻഡ് മൊഡ്യൂൾ ആണ്. ചാപ്റ്റർ 12 നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ലേബർ റൂം സർവീസസ്. അതെ, പേജ് നമ്പർ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ആരോ. നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പേജ് നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട്, നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരികയാണ് അല്ലെ. ICU ഡൗട്ട്സ് ഉണ്ടെന്ന്. ഓക്കെ, എന്തായിരുന്നു ഡൗട്ട്? ചോദിച്ചോളും. പോർഷൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഡൗട്ട് ചോദിക്കാമോ? ഞാൻ ലാസ്റ്റ് വൺ ഒന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് 10 മിനിറ്റ്സിലെ. അപ്പൊ മോക്ക് ടെസ്റ്റില് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ICUവിന്റെ. ഓക്കെ, സഫീറ, ഞാൻ ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് 10 മിനിറ്റ്സിന് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തിട്ടൊന്ന് പറയാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഞാൻ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ കയ്യിലില്ല. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്സ് പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നോക്കാം. ICI അതാണോ ഡൗട്ട്? ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. മോക്ക് ടെസ്റ്റിലെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം ടീച്ചർ. ഒന്ന് ജസ്റ്റ് തുടങ്ങിയിട്ട് ടീച്ചർ ക്വസ്റ്റ്യൻ കയ്യിൽ വെച്ചിട്ട് പ്രിന്റും എടുത്തിട്ടില്ല കയ്യിൽ. ഓക്കെ, ദെൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് പുതിയ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓർമ്മിപ്പിക്കണം കേട്ടോ, ചിലപ്പോൾ ഞാൻ വിട്ടുപോകും. ഒന്ന് ഓർമ്മിപ്പിക്കാം, ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാം. ദെൻ ലേബർ റൂം സർവീസസ്. അപ്പൊ നമ്മള് ICU കണ്ട്, വെന്റിലേറ്റർ കണ്ടു അല്ലേ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ ശരിക്കും എന്താ പറയാ, നമ്മുടെ കുറച്ച് കുഞ്ഞറിവിനേക്കാൾ ഉപരി കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലേബർ റൂം. ലേബർ റൂം എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ്. കേൾക്കാത്തവരുണ്ടോ ആരെങ്കിലും? ലേബർ റൂം കേൾക്കാത്തവരുണ്ടോ? എല്ലാവർക്കും അറിയാലോ. അറ്റ്ലീസ്റ്റ് കണ്ടിട്ടില്ലെങ്കിലും ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിലും ജസ്റ്റ് നമുക്ക് അത്യാവശ്യം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു ലേബർ റൂം എന്ന് പറയുന്നത് അറിയില്ലേ? എന്ത് പറ്റുന്ന റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. അറിയാം അല്ലേ? അത്യാവശ്യം നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ഇതുപോലെ ലേബർ റൂമിന്റെ ഉള്ളില് ഡെലിവറിക്ക് ലേബർ റൂമിൽ പ്രവേശിച്ചവരുമായിരിക്കും ഇല്ലേ? അല്ലെ, മദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരും ലേബർ റൂമിൽ കണ്ട് പരിചയമുള്ളവരുമാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ളവർക്ക് അറിയാലോ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. നമ്മൾ അതിനുള്ളിൽ നിങ്ങൾ കയറിയിട്ടുണ്ടാകാം. ദെൻ അവിടെ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ അറിയാം. അറിയില്ലാത്തവരുണ്ടാകാം. ഓക്കെ, കുഴപ്പമില്ല, അറിയില്ലാത്തവരാണെങ്കിൽ നമുക്ക് പഠിക്കാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങളുടെ ചെറിയ ചെറിയ അറിവുകളും ദെൻ നമ്മൾ ഇനി കൂടുതലായിട്ട് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ലേബർ റൂം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞേ. എന്തൊക്കെയാണ് ഒരു ലേബർ റൂം എന്ന് പറയുമ്പോ? മെയിൻലി എന്താണ് ഒരു ലേബർ റൂം? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാവുന്നത് ലേബർ റൂമിനെ കുറിച്ച്? കമന്റ് ചെയ്യാം കേട്ടോ. ലേബർ റൂമിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? ഒന്നും അറിയില്ല? ആലോചിച്ച് നോക്കൂ. ലേബർ റൂം എന്ന് പറയുമ്പോൾ തന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ചൈൽഡ് ബർത്ത് ആണ്. ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആകുന്ന ഈ റൂമാണ്. ദെൻ വേറെ എന്തൊക്കെ അറിയാം? എക്സ്പെഷ്യലി ഫോർ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലേബർ റൂം എന്ന് പറയുമ്പോൾ. എക്സ്പെഷ്യലി ഫോർ വുമൻസ് ആണ് അല്ലേ? വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ടില്ല. ഓക്കെ, ഇനി അങ്ങോട്ട് ഓർക്കാനേ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലരുടെ എക്സ്പീരിയൻസ് അല്ലെ. ഓക്കെ, പ്രഗ്നന്റ് ലേഡീസിനായിട്ടുള്ളതാണ് ലേബർ റൂം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ലേബർ റൂം എന്ന് പറയുന്നത് അല്ലേ? ആണോ? ഇനി അവിടെ നമുക്ക് എല്ലാവർക്കും അതിലേക്ക് പ്രവേശനമുണ്ടോ ഈ ലേബർ റൂം എന്ന് പറയുമ്പോൾ? ആർക്ക് വേണമെങ്കിൽ നമുക്ക് ലേബർ റൂമിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ അത് കാണാൻ പറ്റുമോ? ഇല്ല. മറിച്ച് നമ്മളിപ്പോ ഒരു വാർഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ഒക്കെ ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിസിറ്റ് ചെയ്യാനൊക്കെ പോകാൻ പറ്റും. പക്ഷെ ലേബർ റൂം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. കുറച്ചും കൂടി എന്താണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡീസ് മാത്രം പ്രവേശിക്കാൻ പറ്റുള്ളൂ. ദെൻ വേറെ വിസിറ്റേഴ്സിനോ അങ്ങനെയൊന്നും അലൗഡ് അല്ല. അത്രയും നമ്മൾ കെയറോട് കൂടിയിട്ട്
നൽകുന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു എന്താ ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കാം. Obstetrics and gynecology services are practiced in almost all of hospitals. Obstetrics and gynecology. Obstetrics എന്ന് വെച്ചാൽ എന്താ? Obstetrics കേട്ടിട്ടുണ്ട്. Obstetrics എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറിക്ക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ, അതായത് പ്രസവ ചികിത്സ എന്ന് മലയാളത്തിൽ പറയാം, അതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ. ദെൻ ഗൈനക്കോളജി, സ്ത്രീരോഗങ്ങൾ അല്ലെ. ഗൈനക് വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീരോഗ വിഭാഗമാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെയാണ് നമ്മൾ ഗൈനക്കോളജിയിൽ കാണിക്കുന്നത്. ഡെലിവറിക്ക് മാത്രമാണോ ഗൈനക്കോളജി കാണുന്നത്? ആണോ? ഡെലിവറിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഗൈനക്കിൽ കാണുന്നത്? അല്ല, മറിച്ച് സ്ത്രീരോഗം, മറ്റ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ നമ്മൾ ഗൈനക്കോളജിയിലാണ് കാണിക്കുന്നത്. സോ ഈ ഗൈനക്കോളജി അല്ലെങ്കിൽ ഒബ്സ്റ്റെട്രിക്സ് എന്നുള്ളത് എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒബ്സ്റ്റെട്രിക്സ്, ഇതുപോലെ ലേബറും ഡെലിവറിക്ക് ആയിട്ടുള്ള ഒരു വിഭാഗം എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടായിരിക്കും. Where obstetrics deals with the process of childbirth, underline ചെയ്യാം കേട്ടോ. ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത് ഡീൽസ് ചെയ്തിരിക്കുന്നത് ചൈൽഡ് ബർത്ത് ആണ് അല്ലെ. ചൈൽഡ് ബർത്ത് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രസവ ചികിത്സയാണ്, കുഞ്ഞിന്റെ ജനനം അല്ലെ, കുഞ്ഞിന് നമ്മൾ ജന്മം നൽകുക എന്നുള്ളതാണ് ഒബ്സ്റ്റെട്രിക്സ് ഡീൽസ് ചെയ്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഒബ്സ്റ്റെട്രിക്സ് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. ഓക്കെ, ദെൻ നോട്ടബിൾ ഫങ്ഷണൽ, നോട്ട് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടോ ടെക്സ്റ്റില്? എങ്ങനെയാണ്? അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്? നോട്ടബിൾ തന്നെയാണോ? അല്ല, നോട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ ടെക്സ്റ്റില്? ഉണ്ട്. ഓക്കെ, അത് ഒന്ന് ഗ്യാപ്പ് ഒന്നും ഇല്ല. നോട്ടബിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വായിക്കുന്നത് അവിടെ ചെറിയൊരു ഗ്യാപ്പ് സ്പേസ് വന്നിട്ടുണ്ട്. ഓക്കെ, നോട്ടബിൾ ഫങ്ഷണൽ ഏരിയ, ഒരു ഹൈഫൻ ഇട്ടേക്കോ കേട്ടോ. ഒരു കുഞ്ഞു ഹൈഫൻ അതിന് നടുക്കൊന്ന് ഇട്ട് വെച്ചാൽ മതി. ഓക്കെ, notable functional area of the maternity ward are, maternity ward എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റേണിറ്റി മീൻസ് പ്രസവത്തിന് വേണ്ടിയിട്ട് ഡെലിവറിക്ക് ആയിട്ടുള്ള വാർഡ്, എസ്പെഷ്യലി അവർക്ക് വേണ്ടി മാത്രമുള്ള വാർഡാണ് മെറ്റേണിറ്റി വാർഡ്. സോ നോട്ടബിൾ ഫങ്ഷണൽ ഏരിയ ഓഫ് മെറ്റേണിറ്റി വാർഡ്, ഒരു മെറ്റേണിറ്റി വാർഡിന്റെ ഫങ്ഷണൽ ഏരിയകൾ, ശ്രദ്ധേയമായിട്ടുള്ള ഏരിയകൾ ഏതെല്ലാമാണെന്നാണ് ഇത് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും 5 ഏരിയകളാണ് ഒരു മെറ്റേണിറ്റി വാർഡിനുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ, റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ആ പേര് പോലെ തന്നെ നമ്മൾ പേഷ്യന്റിന് റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ, സ്വീകരിക്കുന്ന ഏരിയ. ദെൻ എക്സാമിനേഷൻ ഏരിയ. എന്തായിരിക്കും എക്സാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാല്? എക്സാമിനേഷൻ ഏരിയ അതായത് ഡോക്ടർക്ക് എടുത്ത് ചിലപ്പോൾ ചികിത്സിക്കുകയൊക്കെ ചെയ്യും. ചികിത്സിക്കണല്ല, എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PV ഒക്കെ ചെയ്യും. ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കും, അല്ലെങ്കിൽ BP നോക്കും, PV ചെയ്യാനോ അങ്ങനെയുള്ള പരിശോധനകളൊക്കെ ചെയ്യുന്നതാണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ദെൻ പ്രീ ഡെലിവറി റൂം. പ്രീ ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആക്കുന്ന ഒരു റൂം. ലേബർ റൂം പോലെ തന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ പേഷ്യന്റിന് നമ്മൾ ഇതുപോലെ ഹാർട്ട് ബീറ്റും അല്ലെങ്കിൽ നമ്മള് ഇപ്പോ BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പേഷ്യന്റിന് നമ്മളൊന്ന് സെറ്റ് ആക്കാനൊക്കെ പറയില്ലേ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. So pre-delivery room, then delivery room or labor room, deliveryക്ക് വേണ്ടിയിട്ടുള്ള റൂം അല്ലെങ്കിൽ ലേബർ റൂം. Then post-delivery observation room, ഡെലിവറിക്ക് ശേഷം നമ്മള് പേഷ്യന്റിനെ ഒബ്സർവേഷൻ റൂമിൽ കിടക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഡെലിവറിക്ക് ശേഷം നമ്മുടെ ഒരു ഡയറക്റ്റ് വാർഡിലോട്ടാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ? ആണോ? വുമണിനെ ഡെലിവറിക്ക് ശേഷം ഡയറക്റ്റ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. ഒബ്സർവേഷന് വേണ്ടി ചിലപ്പോ ഒരു 1 day ഒബ്സർവേഷനൊക്കെ കിടത്തിയതിനു ശേഷം വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വാർഡിലേക്കും അല്ലെങ്കിൽ റൂമിലേക്കും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ പ്രധാനപ്പെട്ട 5 ഏരിയകളാണ്: റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ഏരിയകൾ. ഓക്കെ, സ്റ്റാർ മാർക്ക് ചെയ്ത് ഇട്ടോളൂ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞത് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്നത് എല്ലാ ഹോസ്പിറ്റലിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ദെൻ ഒബ്സ്റ്റെട്രിക്സ് ഡീൽസ് ചെയ്യുന്നത് എന്തിനെയാണ്? ചൈൽഡ് ബർത്തിനെയാണ്. ദെൻ ഈ
ഫങ്ഷണൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മെറ്റർണിറ്റി വാർഡിന്റെ ഏരിയകൾ എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. ദെൻ പരിശോധനകളൊക്കെ നടത്തുന്ന എക്സാമിനേഷൻ ഏരിയ, ഡെലിവറിക്ക് പ്രിപ്പയർ ആകുന്ന പ്രീ ഡെലിവറി റൂം, ദെൻ ഡെലിവറിക്ക് നമ്മൾ പേഷ്യന്റിന് ഇതാക്കുന്ന ലേബർ റൂം, ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഇത്രയും കാര്യം ഓക്കെയാണോ? എന്തെങ്കിലും ഒരു ഔട്ട്ലൈൻ കിട്ടിയില്ലേ ലേബറിനെ കുറിച്ച്? ഒന്നും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലോ ഇല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. അത്രയും ഭാഗം ഒന്ന് വായിക്കാം. പോയിന്റ്സുകൾ വരെ ഒന്ന് വായിക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഒബ്സ്ട്രക്ട്സ് ഡീൽസ് വിത്ത് പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ അത്രയും ഭാഗം? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. വീണ്ടും ലേബർ റൂമിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ തന്നെയാണ് കേട്ടോ. The labor room also named birthing unit in the hospital. ബർത്തിങ് യൂണിറ്റ് വരെയാണ് കേട്ടോ അടയാളപ്പെടുത്തേണ്ടത്. ബർത്തിങ് യൂണിറ്റ്, ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. അവിടെ വരെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ലേബർ റൂം ഓൾസോ നെയ്മഡ് ബർത്തിങ് യൂണിറ്റ്. ബർത്തിങ് യൂണിറ്റ് എന്നും ലേബർ റൂമിന് അറിയപ്പെടുന്നത്. ബർത്തിങ് എന്നാണ് ടെക്സ്റ്റിൽ കിടക്കുന്നത്. ബർത്തിങ് ആക്കാം, BIRTHING, ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, അവിടെ കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി വെക്കാം കേട്ടോ. ബർത്തിങ് നോക്കാം. ഓക്കെ, ബർത്തിങ് യൂണിറ്റ്. അപ്പോ ലേബർ റൂം ഓൾസോ നെയ്മഡ് ആസ് ബർത്തിങ് യൂണിറ്റ്. ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് വേർ ചൈൽഡ് ബർത്ത് ടേക്ക് പ്ലേസ്. അപ്പോ ഈ ഒരു ബർത്തിങ് യൂണിറ്റിലാണ് ചൈൽഡ് ബർത്തുകളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ബർത്തിങ് യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാറുണ്ട്. Which grants special facility, child birth take place is one of the most versatile room in the hospital. വെർസ്റ്റൈൽ റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ വൈവിധ്യമാർന്ന ഒരു റൂമാണെന്ന്. വൈവിധ്യമാർന്ന റൂമാണ് അല്ലേ? ആണോ? ലേബർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ കുറെ എക്യുപ്മെന്റ്സുകളും ലൈറ്റ് അറേഞ്ച്മെന്റ്സുകളും ഇല്ലേ, അങ്ങനെയുള്ള ഒരു വൈവിധ്യം പറഞ്ഞിട്ടുള്ള ഒരു നമ്മളൊരു വാർഡിൽ നിന്നോ അല്ലെങ്കിൽ നോർമൽ ഒരു റൂമിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂമാണ് ലേബർ റൂം എന്ന് പറയുന്നത്. ലേബർ റൂമിനുള്ളിൽ കയറിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇല്ലേ? വൈവിധ്യമാർന്ന റൂമാണോ? ആണോ? കാണുന്നില്ല ആരെയും? യെസ്, ഓക്കെ. അപ്പോ then which grants special facilities assuring safe prenatal care, delivery and immediate postnatal care for mothers and infants. അപ്പോ ഹോസ്പിറ്റലിൽ എന്താണ് ഒരു വൈവിധ്യമാർന്ന ഒരു റൂമാണ് എന്ത് ലേബർ റൂം എന്ന് പറയുന്നത്. ബർത്തിങ് യൂണിറ്റ് എന്നാണ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. അവിടെയാണ് ചൈൽഡ് ബർത്ത് ഒക്കെ നടക്കുന്നത്.
ദെൻ പ്രസവത്തിന് മുൻപുള്ളത് പ്രീനേറ്റൽ, പ്രീ എന്ന് വെച്ചാൽ മുൻപ്, ഡെലിവറിക്ക് മുന്നുള്ള ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ് നേറ്റൽ കെയർ, അതായത് പ്രസവത്തിന് ശേഷമുള്ള കെയറുകൾ, ഡെലിവറിക്ക് ശേഷം നൽകുന്ന പരിചരണങ്ങളും അതോടൊപ്പം തന്നെ മദറിനും ഇൻഫന്റിനും അമ്മയ്ക്കും കുഞ്ഞിനും പരിചരണം നൽകുന്നതുമാണ് ലേബർ റൂം എന്ന് പറയുന്നത്. പ്രസവത്തിന് ഡെലിവറിക്ക് മുന്നേ നമ്മള് ഇപ്പൊ അവിടെ പെയിനൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്താണ് ടിഷ്യറ്റ്സോ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഡെലിവറിക്ക് മുന്നേ. ഡെലിവറിക്ക് ശേഷവും നമുക്ക് കെയർ കൊടുക്കുന്നു, കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ കെയർ നൽകുന്ന ഒരിടമാണ് ലേബർ റൂം എന്ന് വിളിക്കുന്നത്. ഓക്കെ, a pregnant woman will go to the delivery room when she is in an active phase of labor. ഒരു പ്രഗ്നന്റ് വുമണിന് എപ്പോഴാണ് നമ്മൾ ഒരു ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? എപ്പോഴാണ് പ്രവേശിപ്പിക്കുന്നത്? അല്ലെങ്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ. ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആക്റ്റീവ് ഫേസ്, ആ ഒരു ഡെലിവറിയുടെ ഒരു സജീവ ഘട്ടം, ഡെലിവറി അടുക്കാറാകുന്ന ഒരു ടൈം അല്ലെ, ഡോക്ടേഴ്സിനൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണെന്ന്. ചിലപ്പോൾ പെയിനൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ആക്റ്റീവ് ഫേസസിലാണ്, ആ ഒരു സജീവ ഘട്ടത്തിലാണ് ശരിക്കും ഒരു വുമണിനെ നമ്മൾ അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമണിനെ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതിനു മുൻപൊന്നും പ്രവേശിപ്പിക്കുകയൊന്നുമില്ല. ദെൻ ആ കറക്റ്റ് ആക്റ്റീവ് ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെലിവറി റൂമിലേക്ക് പ്രഗ്നന്റ് വുമൺ എത്തിക്കുന്നത്. ഓക്കെ, this unit is devised to handle birth for women, minor surgeries and procedures. Okay, അപ്പൊ ഒരു ലേബർ റൂം ഹാൻഡിൽ ചെയ്യുന്നത് ബർത്ത് ഫോർ വുമൺ അല്ലെ, അതായത് സ്ത്രീകളുടെ പ്രസവത്തിന് വേണ്ടിയും ദെൻ മൈനർ സർജറീസും മറ്റ് ചെറിയ ചെറിയ സർജറികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ വുമൺസിന്റെ തന്നെ സർജറികൾ, ഇപ്പൊ ഗൈനക് വിഭാഗത്തിൽപ്പെടുന്ന മറ്റെന്തെങ്കിലും സർജറികൾക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോ എന്തെങ്കിലും മറ്റ് കേസുകളൊക്കെ വരുമല്ലോ, യൂട്രസിന്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും കേസസുകളൊക്കെ വരുമ്പോഴും ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. ബർത്തിങ്ങിന് മാത്രമല്ല, അങ്ങനത്തെ കേസുകൾ വരുമ്പോഴും നമ്മള് സ്ത്രീ സംബന്ധമായിട്ടുള്ള ഗൈനക് വിഭാഗത്തിൽപ്പെടുന്ന കേസുകൾ വരുമ്പോഴും നമ്മള് എന്ത് ചെയ്യുന്നു? ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നു. ഓക്കെ, ലേബർ റൂമിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ ആണോ? അത്രയും ഭാഗം ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലേബർ റൂം DNC ഒക്കെ ചെയ്യുമ്പോഴും ലേബർ റൂമിൽ പ്രവേശിപ്പിക്കും. ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ഹോസ്പിറ്റലിലെ ചൈൽഡ് ബർത്ത് ഒക്കെ നമ്മൾ അവിടെയാണ് നടക്കുന്നത്. ദെൻ വൈദ്യമാർന്ന ഹോസ്പിറ്റൽ റൂം ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. ദെൻ അവിടെ നമ്മുടെ പ്രസവത്തിന് മുന്നുള്ള ട്രീറ്റ്മെന്റ്സുകളും ദെൻ ആഫ്റ്റർ ഡെലിവറിക്കും അമ്മയ്ക്കും കുഞ്ഞിനും കെയറുകൾ കൊടുക്കുന്നു. ദെൻ ഒരു പ്രഗ്നന്റ് വുമണിനെ നമ്മൾ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആക്റ്റീവ് ഫേസസിലാണ്. ദെൻ ഹാൻഡിൽ ചെയ്യുന്നത് ബർത്ത് ഫോർ വുമൺ ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ മൈനർ സർജറീസുകൾ, ഗൈനക് വിഭാഗത്തിൽപ്പെടുന്ന സർജറീസ്, DNC അതുപോലെയുള്ള സർജറീസ് ഒക്കെ വരുമ്പോഴും പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലേബർ റൂമിൽ പ്രവേശിപ്പിക്കുന്നു. ഓക്കെ, ഓക്കെ ആണോ? അത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ കുറച്ചുണ്ട് കേട്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ പോയിന്റ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The Labor Delivery Recovery Room, LDR, ഫുൾ ഫോം ആണ് കേട്ടോ. LDR അണ്ടർലൈൻ ചെയ്യാം. The Labor Delivery Recovery Room are in charge of accommodating all kinds of delivery providing. ഡെലിവറി എന്നാണോ? കുറച്ച് കറക്ഷൻസ് ഉണ്ട് കേട്ടോ, അത് ക്ലിയർ ചെയ്തിട്ട് പ്രിന്റ് തരാം. നോക്കാട്ടോ, ക്ലിയർ ആക്കാട്ടോ. നമുക്കൊന്ന് ഒന്നാണ് വെച്ചേക്കട്ടോ. കൈൻഡ്സ് ഓഫ് കഴിഞ്ഞിട്ട് ഡെലിവറി എന്നാണ്, അങ്ങനെയാണോ ടെക്സ്റ്റില്? ഒന്ന് നോക്കി, സെക്കൻഡ് പാരഗ്രാഫിലെ സെക്കൻഡ് ലൈൻ, സെക്കൻഡ് പാരഗ്രാഫിലെ സെക്കൻഡ് ലൈൻ ലിവറി എന്നാണല്ലേ കിടക്കുന്നത്, അങ്ങനെയാണോ? ഓക്കെ, ഡെലിവറി നോക്കാട്ടോ. അത് ഡെലിവറി എന്നാണ്, ഡെലിവറി. ഓക്കെ, the Labor Delivery Recovery Room are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. അപ്പൊ ഒരു ലേബർ റൂം എന്ന് പറയുന്നത് കാര്യക്ഷമമായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഒബ്സ്ട്രിക്കൽ കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള നല്ല രീതിയിലുള്ള ഒരു കെയർ, അതായത് പ്രീനേറ്റൽ കെയർ, പോസ്റ്റ്നേറ്റൽ കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു ഏരിയ ആണ് LDR എന്ന് പറയുന്നത്, ലേബർ ഡെലിവറി റിക്കവറി റൂം. ദെൻ
In certain healthcare institution, LDR, also known as LDRP suits. ചില ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസില് LDRP സ്യൂട്ട്സ് എന്നും പറയുന്നത്. അതിന്റെ ഫുൾ ഫോം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം, LDRP. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, അതായത് ചില ഹോസ്പിറ്റലുകളിൽ LDR എന്നും പറയും, ചിലയിടത്ത് LDRP എന്നും പറയും. ഓക്കെ, അപ്പൊ രണ്ടും ഫുൾ ഫോം ഒന്ന് പഠിച്ചിരിക്കണം. LDRP എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. LDRനേലും കുറച്ചും കൂടി LDRP ആണ് എക്സ്പാൻഡ് ഫോം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതനുസരിച്ചിട്ടൊന്ന് പഠിക്കണം. ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്രീവിയസിലൊക്കെ ചോദിച്ചേക്കുന്നത് അവൻ നിങ്ങളോട് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. പ്രീവിയസിലൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്. LDRP ആണ് എപ്പോഴും കാണുന്നത്. ഓക്കെ, it is one of the particular of the obstetric department that grants of required clinical facilities with the quality infrastructure, sufficient supply of equipment, consumable and availability of well-trained human resources. നമ്മൾ പറഞ്ഞു ഒരു ലേബർ റൂം എന്ന് പറയുമ്പോൾ അവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ഹോസ്പിറ്റലില് ഇവര് ഗ്രാൻസ് ചെയ്യുന്നത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ ഫെസിലിറ്റി അല്ലെ, ചികിത്സാപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലേബർ റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ. ഒരു ലേബർ റൂമിന്റെ ഉള്ളില് അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലേ, ഉണ്ടോ? ബെഡ് അല്ലെ, പേഷ്യന്റിന് കിടക്കാനായിട്ടുള്ള ബെഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ മറ്റു ഫെസിലിറ്റികളും അവൈലബിൾ ആണ്. ദെൻ അതോടൊപ്പം തന്നെ സഫിഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്, ആവശ്യത്തിനുള്ള എക്യുപ്മെന്റുകൾ, കുറെ ഉപകരണങ്ങൾ കാണാം. ഓപ്പറേഷൻ തിയേറ്ററിലും ലേബർ റൂമിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഉണ്ടാകും. ദെൻ കൺസ്യൂമബിൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് റിസോഴ്സസ്. അവൈലബിലിറ്റി, അതായത് റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? സ്റ്റാഫുകൾ ഉണ്ടാകും ഇല്ലേ, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ലേബർ റൂമിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഒരു ലേബർ റൂമിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയുമാണ് ഒരു ലേബർ റൂം എന്ന് പറയുന്നതിന്റെ ഒരു ഔട്ട്ലൈൻ, ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഫസ്റ്റ് തുടങ്ങി നമ്മൾ എടുത്ത ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് തുടങ്ങി വായിക്കാം, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ വായിക്കുമ്പോൾ എവിടെയെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, completed introduction. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഇൻട്രൊഡക്ഷൻ ഏകദേശം എന്താണ് ലേബർ റൂം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, ഓക്കെ ആണോ എല്ലാവരും? നെക്സ്റ്റ് നോക്കാലോ. ഇനി നെക്സ്റ്റ് വൺ, ലൊക്കേഷൻ. എവിടെയാണ് ലേബർ റൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എവിടെയാണെന്ന് നോക്കാം.
This section should be located in a convenient but isolated area. Underline ചെയ്യാ. Convenient ആണ് but isolated area യിലുമാണ്. Convenient എന്ന് വെച്ചാൽ എന്താണ്? Convenient. Convenient meaning സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഏരിയയിലാണ്, പക്ഷെ ഐസൊലേറ്റഡ് ആണെന്ന്. എങ്കിൽ ഒറ്റപ്പെട്ട ഒരു ഏരിയയിലുമായിരിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ലേബർ റൂം ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? എൻട്രൻസിന്റെ ഭാഗത്തൊക്കെ ആയിരിക്കുമോ? ആണോ? ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഡയറക്റ്റ് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഒറ്റപ്പെട്ട ഉള്ളിലോട്ടുള്ള സെക്കൻഡ് ഫ്ലോറിലോ അങ്ങനെ ഉള്ളിലോട്ടുള്ള നമ്മൾക്ക് പെട്ടെന്ന് ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ഒരു ഏരിയയിലാണ് അല്ലെ? ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും. The labor room though remote must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട ഏരിയയിലോട്ട് ഈ ലേബർ റൂം മാറ്റിയിരിക്കുന്നത്? അതായത് പേഷ്യൻസിന് ഒരു പ്രൈവസി ലഭിക്കണം അല്ലെ? ലേബർ റൂമിന്റെ ഉള്ളില് കിടക്കുന്നത്. സോ അവർക്കൊരു പ്രൈവസി ഉണ്ടായിരിക്കണം. സോ അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ അതിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അല്ലെ? ഇപ്പൊ നമ്മള് എൻട്രൻസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആളുകൾ വന്ന് നോക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടി മറ്റു പേഴ്സൺസ് ഒന്നും അലൗഡ് മീൻസ് അവർ പ്രവേശിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ലേബർ റൂം ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. Then it should be not far from OT and surgical unit while facilitating the movement of patient, avoiding cross pollution. It should be not far from OT and surgical unit. എങ്കിൽ ലേബർ റൂം എന്ന് പറയുന്നത് ഓപ്പറേഷൻ OT എന്ന് പറഞ്ഞാൽ അറിയാലോ? ഓപ്പറേഷൻ തിയേറ്റർ. അറിയില്ലാത്തവർ എഴുതി വെച്ചേക്ക് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിനും മറ്റ് സർജിക്കൽ യൂണിറ്റിനും ഒരുപാട് അകലെ ആവാനും പാടില്ലാണ്. ലേബർ റൂമിന്റെ അരികിൽ തന്നെ ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്ററും അല്ലെങ്കിൽ സർജിക്കൽ യൂണിറ്റും. അങ്ങനെയല്ലേ എല്ലാ ഹോസ്പിറ്റലുകളിലും? ലേബർ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകും ഇല്ലേ? ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഫ്ലോറിൽ ലേബർ റൂം, നെക്സ്റ്റ് ഫ്ലോറിലാണ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത്? അല്ലാതെ വ്യത്യാസമുണ്ട് അല്ലെ? തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എപ്പോഴും. കാരണം ഇപ്പോ ലേബർ റൂമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പേഷ്യന്റിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ടൈമിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പ്രവേശിപ്പിക്കാം അല്ലെ? ഇപ്പൊ പെട്ടെന്ന് തന്നെ സിസേറിയനൊക്കെ ആവശ്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ, സി സെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പേഷ്യന്റിന് എന്ത് ചെയ്യാം? അടുത്ത് തന്നെ ആയതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ഡയറക്ട്ലി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പ്രവേശിപ്പിക്കാം. ഓക്കെ. സോ എന്താണ്? ഷുഡ് നോട്ട് ബി ഫാർ ഫ്രം OT ആൻഡ് സർജിക്കൽ യൂണിറ്റ്. അങ്ങനെ ഒരുപാട് അകലെ അയക്കാൻ പാടില്ല. While facilitating the movement of patient, avoiding cross pollution. അപ്പോ രോഗികളുടെ എന്താണ് മൂവ്മെന്റ്, രോഗികളുടെ സഞ്ചാരം പെട്ടെന്ന് തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യാം. തൊട്ടടുത്താകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എളുപ്പത്തിൽ എത്തിക്കാനും അതുപോലെ തന്നെ എന്താണ് ക്രോസ് പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാനും. ക്രോസ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ അധികം ആളുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ എന്താ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അധികം ദൂരത്തോട്ട് പോകാതെ തന്നെ തൊട്ടടുത്താകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പൊല്യൂഷൻസിനെ അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു പരിധി വരെ. അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ അടുത്ത ഫ്ലോറിലോട്ടൊക്കെ പോകുമ്പോൾ മറ്റ് ഇൻഫെക്ഷൻ ഒക്കെ പടരാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ക്രോസ് പൊല്യൂഷനെയും ഒഴിവാക്കാവുന്ന ഓപ്പറേഷൻ തിയേറ്റർ അടുത്ത് തന്നെ ആകുമ്പോൾ. ഓക്കെ. ലൊക്കേഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കൺവീനിയന്റ് ബട്ട് ഐസൊലേറ്റഡ്. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കാം. ലൊക്കേഷൻ വായിക്കാം കേട്ടോ. വായിച്ചോ ലൊക്കേഷൻ? നെക്സ്റ്റ് വൺ ഡിസൈൻ. എങ്ങനെയാണ് ലേബർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് എന്തൊക്കെയാണ് ലേബർ റൂമിനുള്ളിലുള്ളത്? ലേബർ റൂമിനുള്ളിൽ പ്രവേശിച്ചിട്ടുള്ളവർക്ക് പറയാലോ.
എന്തൊക്കെയാണ് ലേബർ റൂമിലെ കുറെ പേര് കണ്ടിട്ടില്ല എന്ന് പറയുന്നൊന്നും അല്ലേ? ഓക്കെ, അപ്പൊ ഒരു ലേബർ റൂമിനുള്ളിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റേറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അറിയില്ലാത്തവരൊക്കെ then ലേബർ റൂമിൽ കയറി പരിചയമുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവര് ഒന്ന് കമന്റ് ചെയ്യാം. എന്തൊക്കെയാണ്? 4 or 5 ബെഡ്സ് ഉണ്ടാകും. ഓക്കെ, മാക്സിമം 4 or 5 ബെഡ്സുകൾ പേഷ്യന്റ് ഉണ്ടാകും അല്ലേ? വേറെ എന്തൊക്കെയുണ്ട്? സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസുകൾ, സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാകാം. ഒരു റൂമിൽ തന്നെ 3-4 പേഷ്യൻസുകൾ ഉണ്ടാകാം. നിലവിളി ശബ്ദം മാത്രം ഓർമ്മയുള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. വേറെ ലൈറ്റ്സുകൾ എങ്ങനെയാണ്? അത്യാവശ്യം നല്ല ലൈറ്റ് ഇതൊക്കെ ഉണ്ടോ? ലൈറ്റിനിങ് ഉണ്ടോ? ഇൻസ്ട്രുമെന്റ്സ് ട്രേ ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് എക്യുപ്മെന്റ്സുകൾ ഉണ്ട് ഒത്തിരി അല്ലേ? ഡോറൊക്കെ എങ്ങനെയാണ്? വലിയൊരു ഡോറാണ് അല്ലേ? ഈസി ആയിരിക്കും. ഓക്കെ, നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സുകളൊക്കെ ഉണ്ടാകും. അത്യാവശ്യം വലിയ ഡോറാണ്, വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ട് പുറത്തേക്ക് പോകില്ല, അത് മെയിൻ കാര്യമാണ് അല്ലേ? എത്ര സൗണ്ട് വന്നിട്ടുണ്ടെങ്കിലും അത് പുറത്തേക്ക് പോകില്ല. അതിന് സൗണ്ടിന് എന്താ പുറത്തേക്ക് പോകാത്ത തരത്തിലുള്ള റൂഫിംഗ് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ബാത്റൂംസ് ഉണ്ടാകും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് നോർമൽ ഒരു ലേബർ റൂമിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. നോക്കാം ഡിസൈൻ. Labor room must be enough size with large doors allowing passage of the bed or structure with attendants. Okay, അതായത് ലേബർ റൂമില് എന്താണ് നല്ലൊരു ലാർജ് സൈസിലുള്ള ഡോർസ് ഉണ്ടാകും. അതുപോലെ തന്നെ പാസേജ് ഓഫ് ബെഡ് ഓർ സ്ട്രക്ചർ, ബെഡും സ്ട്രക്ചറുകളൊക്കെ ആവശ്യത്തിന് ഉണ്ടാകും വിത്ത് അറ്റൻഡറും അല്ലെ? നമുക്ക് ലേബർ റൂമില് സഹായിക്കാനായിട്ട് അറ്റൻഡർ ഉണ്ടാകും ഇല്ലേ? നഴ്സുമാരും അറ്റൻഡറൊക്കെ ഉണ്ടാകില്ലേ ലേബർ റൂമില്? ഒറ്റയ്ക്കാണോ പേഷ്യന്റിനെ കിടക്കുന്നത്? അവിടെ എപ്പോഴും ഒരു അറ്റൻഡർ അല്ലെങ്കിൽ നേഴ്സ് ഉണ്ടായിരിക്കും. അറ്റൻഡൻസ് എന്നാണോ കിടക്കുന്നത് ടെക്സ്റ്റില്? അറ്റൻഡൻസ് എന്നാണോ? ഓക്കെ, അറ്റൻഡർ എന്നാക്കാം കേട്ടോ. സ്പെല്ലിങ് കുറച്ച് കറക്ഷൻ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിലെ. ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ പറയുന്നത് അനുസരിച്ച് ഒന്ന് തിരുത്തി പോകാം. അറ്റൻഡർ എന്നാക്കാം, ATTENTER. ഓക്കെ, then the labor room complex should have enough light. അല്ലെ? നല്ല ലൈറ്റ് ഉണ്ടാവും. പവർ ബാക്കപ്പ്, അതായത് കറണ്ട് ഒക്കെ പോയാലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പവർ മീൻസ് എന്താണ്? ലൈറ്റനിങ് ഉണ്ട്, വെന്റിലേഷൻ ഉണ്ട്, ആവശ്യത്തിനുള്ള വെന്റിലേഷൻ സൗകര്യമുണ്ട്. ട്രയേജ് ഏരിയ ഉണ്ടാകും. എന്താ ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്? ചികിത്സയ്ക്ക് ആയിട്ടുള്ള ഏരിയകൾ അല്ലെ? എക്യുപ്മെന്റ്സുകളും മറ്റൊക്കെ ഉള്ള ആ ഒരു ഏരിയകൾ ഉണ്ടായിരിക്കും. then clean utility area, autoclaved supplies and common supplies. ഓട്ടോക്ലേവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോക്ലേവ് ചെയ്യുക, സ്റ്റെറൈൽ ചെയ്യുന്ന സപ്ലൈസ്, എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. then മറ്റു കോമൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സപ്ലൈസുകൾ ഉണ്ടാകും. സച്ചാസ് കോമൺ ആയിട്ടുള്ള എന്ന് പറയുന്നത് ടവൽ, ലിനൻ എക്സെട്ര. ടവലുകൾ ലിനനുകൾക്കില്ല, കോട്ടൺ തുണികൾ. This area should be designed to block out sound. നമ്മൾ പറഞ്ഞു അകത്തുനിന്നുള്ള സൗണ്ട് പുറത്തേക്ക് പോകില്ല, അതുപോലെ പുറത്തുനിന്നുള്ള സൗണ്ട് അകത്തേക്ക് പ്രവേശിക്കില്ല. അതുപോലത്തെ റൂഫിംഗ് സൗകര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. Ensuring that patient can experience optimal comfort and relaxation. മാക്സിമം പേഷ്യന്റിന് കംഫോർട്ട് ആകുന്ന അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ലേബർ റൂം ഉറപ്പ് നൽകുന്നത്. അത്രയും നല്ല ഫെസിലിറ്റികളും സൗകര്യങ്ങളൊക്കെയാണ് ഒരു ലേബർ റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിൽ. ഫെസിലിറ്റീസ് ഫോർ examination, preparation and observation are also available. അതോടൊപ്പം തന്നെ ലേബർ റൂമില് ചികിത്സയ്ക്കായിട്ടുള്ള അല്ലെ? നമ്മൾ ടെസ്റ്റുകളൊക്കെ പറഞ്ഞില്ല നേരത്തെ, BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടാകും. ദെൻ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നു. ദെൻ ഒബ്സർവേഷൻ, രോഗിയെ നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് പേഷ്യന്റ് വന്ന് ഡോക്ടേഴ്സ് വന്ന് നിരീക്ഷിക്കും. ഇല്ല അവിടെ കിടക്കുമ്പോൾ അതിന് പെയിൻ ഉണ്ടോ എന്നൊക്കെ ഒന്ന് വന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കൂ ഇല്ലേ? നോക്കാറില്ലേ? ഡോക്ടറിന്റെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടാകും. അപ്പോ ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ, പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യും. ദെൻ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഒരു ലേബർ റൂമിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ ഡിസൈൻ.
വായിച്ചു നോക്കാട്ടോ, മനസ്സിലാക്കി വായിക്കണേ, എളുപ്പമാണ്. ഇതുകൊണ്ടാണ് അധികം റിപ്പീറ്റിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇല്ലേ? ഓക്കെ ആണോ എല്ലാവരും? എളുപ്പമല്ലേ ചാപ്റ്റർ? ബുദ്ധിമുട്ടുണ്ടോ? റെസ്പോൺസ് ഒന്നും പോരാലോ, എന്ത് പറ്റി? രാവിലെ തന്നെ ഒരു ഉഷാറില്ലല്ലോ ഓർക്കും. ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലാസ് അല്ലേ ഇത്, എന്ത് പറ്റി? സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ. ചില ഉപകരണങ്ങൾക്ക് സ്റ്റെറിലൈസ് ചെയ്യും. ഇപ്പൊ സിസേഴ്സും അങ്ങനെയുള്ളതൊക്കെ ഓട്ടോക്ലേവ് ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓക്കെ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, the LDR, ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. LDR ആണ് കേട്ടോ, ഐ എന്നായിരിക്കും ചിലപ്പോ കിടക്കുന്നത്. ഐ എന്നാണോ? വീണ്ടും കറപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇല്ല കേട്ടോ. ഫസ്റ്റ് ആ ഒരു 2 സെക്ഷനില് കറപ്ഷൻസ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ ഒന്ന് തിരികെ പോകാം. LDR എന്നാക്കാം കേട്ടോ, അത് ഐ എന്നായിരിക്കും കിടക്കുന്നത്. എൽ എന്നാക്കാം. ചെറിയൊരു ഹൈബ്രിഡ് LDR. ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. LDRന്റെ ഫുൾ ഫോം ആണ് ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. ഓക്കെ, labor delivery and recovery complex can be divided into 3 zones. അപ്പോ ഈ LDRനെ 3 zones ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 3 zones ആയിട്ട്: അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഓക്കെ, 3 സോണുകൾ പഠിക്കുക. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഓക്കെ, 3 സോണുകള്. UPD സൈഡിൽ ഒന്ന് UPD എഴുതി വെക്കാം. ചെറിയൊരു കോഡ് പോലെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. UPD, അൺസ്റ്റെറൈല്, പ്രൊട്ടക്റ്റീവ്, ഡെലിവറി സോൺ. ഓക്കെ, UPD ബ്രാക്കറ്റിലൊന്ന് UPD എഴുതി വെച്ചോളൂ. നോക്കുമ്പോ പെട്ടെന്ന് പഠിക്കാലോ, മാറിപ്പോവില്ല. യു എന്ന് പറഞ്ഞാൽ അൺസ്റ്റെറൈൽ ആണ്, പി പ്രൊട്ടക്റ്റീവ്, ഡി ഡെലിവറി. ഓക്കെ, എഴുതി വെച്ചോ അങ്ങനെ UPD ന്ന്. പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അൺസ്റ്റെറൈല്, പ്രൊട്ടക്റ്റീവ്, ഡെലിവറി, UPD. ഓക്കെ, അപ്പൊ എപ്പൊ ഞാൻ ചോദിച്ചാലും UPD എന്താണെന്ന് പറയാൻ പറ്റണം. പറ്റുമല്ലോ? പറ്റില്ല, ഇടയ്ക്ക് ഞാൻ ചോദിക്കാം കേട്ടോ. ഇങ്ങനെ നമ്മളുടെ കോഡ് വെച്ച് പഠിക്കുന്നത് ഇടയ്ക്ക് ഞാൻ ചോദിക്കാം. ഓർമ്മയുണ്ടോന്ന് അറിയണ്ടേ പഠിച്ചോന്ന്? ഓക്കെ, ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഈ 3 സോണുകളിലും ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്നുണ്ട് കേട്ടോ. അൺസ്റ്റെറൈൽ സോണിൽ പെടുന്ന ഏതൊക്കെ ഏരിയകളാണ്, പ്രൊട്ടക്റ്റീവ് സോണിൽ പെടുന്ന ഏരിയകള്, ഡെലിവറി സോണിൽ ഏതെല്ലാം ഏരിയകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പലവട്ടം എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് പറയണമെങ്കിൽ നോക്കാം: ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. ഐഡന്റിഫൈ വിച്ച് സോൺ ഇൻ LDR. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ സോണുകളുടെ ഏരിയകൾ തന്നിട്ട് ആ ഏരിയ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏത് സോണിലാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ എന്താണ്, ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, സ്ക്രബ് സ്റ്റേഷൻ. ഓർഡർ 1 ചോദിക്കാം. ഇതില് ഓർഡർ 1 ഏതാണ് ഓർഡർ 1? സ്ക്രബ് സ്റ്റേഷൻ ആണ്. ബാക്കി രണ്ടും പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഇല്ലേ? അപ്പൊ ഈ ഒരു കുഞ്ഞു സെക്ഷൻ ആണെങ്കിലും അതിന്റെ ഉള്ളിൽ നിന്നും പല ഏരിയയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് നമ്മള് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ടീച്ചർ പ്രീവിയസ്ലി കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ച് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം.
നമ്മൾ കാണുമ്പോൾ അത് നിസ്സാര സംഭവമാണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയൊക്കെ തോന്നിക്കാണും ഇത് എളുപ്പമാണല്ലോ പഠിക്കാറുണ്ട്. എളുപ്പമാണ്, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഓപ്ഷനുകളുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ അത് നല്ലപോലെ തറായിട്ട് പഠിച്ചാൽ മാത്രമേ ഏത് രീതിയിൽ തിരിച്ചു മറിച്ച് ചോദിച്ചാല് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ഓക്കെ, ഇത് UPD ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവിടെ UPD കോഡ് വെച്ച് പറഞ്ഞു തന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓരോ സോണിലും ഉൾപ്പെടുന്ന ഏരിയകൾ നോക്കാം. അൺസ്റ്റെറൈൽ സോൺ. അൺസ്റ്റെറൈൽ എന്ന് പറയുമ്പോ എന്താ മീനിങ് എന്താണ്? സ്റ്റെറൈൽ ഒന്നും ചെയ്യാത്ത സോണുകൾ. അപ്പൊ തന്നെ നമുക്കറിയാം സ്റ്റെറൈൽ ചെയ്യാത്ത ഏരിയകൾ ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള ഏരിയകള്. ദെൻ വെയിറ്റിംഗ് ഏരിയ, വെയിറ്റിംഗ് പേഷ്യന്റിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കില്ലേ പുറത്ത്, വിസിറ്റേഴ്സ് ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഇരിക്കുന്ന ഏരിയ. പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര, അതായത് ബാക്കി പബ്ലിക്കിനൊക്കെ പെരുമാറുന്ന സ്പേസസുകൾ. ഇവിടെ ഒന്നും സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ്: അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ്, പബ്ലിക് യൂട്ടിലിറ്റി. കോമൺലി അറിയാമോ നിങ്ങൾക്ക്? പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. പഠിക്കണോ അത്? സ്റ്റെറൈൽ ചെയ്യാത്ത ഏരിയകള് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സിമ്പിൾ അല്ലേ? അവിടെ ഒന്നും നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ആ ഒരു സ്പേസസിലൊന്നും സ്റ്റെറൈൽ ചെയ്തിട്ടുണ്ടാവില്ല. സെക്കൻഡ് വൺ, പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി കെയർ കൊടുക്കുന്ന ഒരു സോണാണത് അല്ലേ? ചേഞ്ച് റൂം. ചേഞ്ച് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചേഞ്ച് റൂം. പ്രീ ലേബർ റൂം, ഡെലിവറിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആക്കുന്ന റൂം. മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം, അതായത് മെഡിസിൻസുകളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഡ്യൂട്ടി റൂമുകൾ. ഓക്കെ, ഡെലിവറി സോൺ കൺസിസ്റ്റ്. ഡെലിവറി എന്ന് പറയുമ്പോൾ അറിയാലോ, ക്ലീൻ സപ്ലൈ റൂം, അതായത് നമ്മള് സപ്ലൈസുകളൊക്കെ വെക്കുന്നത് ഡെലിവറിക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പൊ ലിനറാകാം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വെക്കുന്ന ഏരിയകൾ. ദെൻ സ്ക്രബ് സ്റ്റേഷൻ. സ്ക്രബ് സ്റ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സിങ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ വാഷ് ചെയ്യുന്നത്, അതായത് ഡെലിവറിയുടെ എക്യുപ്മെന്റ്സുകളും ഉപകരണങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന ഏരിയ. ദെൻ ഡെലിവറി റൂം, ഡെലിവറി നടക്കുന്ന ഡെലിവറി റൂം. ഇതാണ് ഡെലിവറി സോണിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ 3 സോണുകളാണ്: അൺസ്റ്റെറൈൽ സോണ്, പ്രൊട്ടക്റ്റീവ് സോണ്, ഡെലിവറി സോൺ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഒരു 5 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. വായിക്കുമ്പോ തന്നെ ഒന്ന് മാക്സിമം പഠിച്ചു പോകാം നിങ്ങൾ. ഓക്കെ, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് ഒരു മിനിമം 3 പ്രാവശ്യം വായിച്ചു നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും പഠിച്ചോ? 3 സോണുകള്, ആ 3 സോണുകളിൽ ഉൾപ്പെടുന്ന ഏരിയകൾ പഠിച്ചോ? ആരും പഠിച്ചില്ല?
വായിച്ചുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത്ര എടുത്ത പോർഷൻസുകള് നമ്മൾ എന്താണ് ലേബർ റൂമിനെ കുറിച്ചാണ്. സ്റ്റാഫ് ചേഞ്ചിങ് റൂം നമ്മളിവിടെ പറയുന്നത് ചേഞ്ചിങ് റൂം ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന്റെ ആയിരിക്കുമല്ലോ കൂടുതലും ചേഞ്ചിങ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെലിവറിക്ക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മാത്രമല്ല നമ്മൾ ആ പേഷ്യന്റിനെ ചേഞ്ച് ചെയ്യുന്ന റൂം ഉണ്ടല്ലോ, അതിനാണ് ചേഞ്ച് റൂം ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ അത് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് തുടങ്ങി എടുത്തു. അപ്പോ ലേബർ റൂം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിലും ഓൾമോസ്റ്റ് ഉണ്ട്. ദെൻ അവിടുത്തെ ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് റിസീവിംഗ്, എക്സാമിനേഷൻ, പ്രീ ഡെലിവറി റൂം, ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി. ദെൻ ലേബർ റൂം എന്ന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ് എന്ന് പറഞ്ഞു. LDR എന്ന് അറിയപ്പെടുന്നു. ചില ഹോസ്പിറ്റലുകളിൽ LDRP സ്യൂട്ട്സ് എന്ന് അറിയപ്പെടുന്നു. ദെൻ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു. കൺവീനിയന്റ് ആണ്, ഐസൊലേറ്റഡ് ആണ്, ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഡിസൈൻ എന്ന് പറഞ്ഞു. ലൈറ്റുകളുണ്ട്, വെന്റിലേഷൻസ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ 3 സോണുകളാണ്: അൺസ്റ്റെറൈല്, പ്രൊട്ടക്റ്റീവ്, ഡെലിവറീസും. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് എടുത്തത്. എടുത്തതിനെ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, എടുത്തത്ര ജസ്റ്റ് ഒന്ന് ഒടിച്ചൊന്ന് വായിക്കാമോ? ലേബർ റൂം എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കുന്ന ഒരു റൂമാണ്. അതാണ് മെയിൻ ആയിട്ട് ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റുകളും അങ്ങനെയൊന്നുമില്ല, നമ്മൾ പ്രിപ്പയർ ആക്കുകയാണ് പേഷ്യന്റിനെ. എന്നാണ് പറയുന്നത് ആക്റ്റീവ് ഫേസസിൽ വരുമ്പോഴാണ് ലേബർ റൂമിലോട്ട് പ്രവേശിക്കുന്നത്. ഓക്കെ, എടുത്തതിന് വായിക്കാം കേട്ടോ. അതായത് നമ്മളുടെ മോക്ക് ടെസ്റ്റിലെ ലാസ്റ്റ് മോക്ക് ടെസ്റ്റിലായിരുന്നോ ഡൗട്ട് വന്നത്? പ്ലീസ് ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ലാസ്റ്റ് മോക്ക് ടെസ്റ്റിലല്ലേ അല്ലേ? പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. ഓക്കെ, അതിന്റെ ആൻസർ ഏതായിരുന്നു? Who is responsible for purchasing, servicing of ICU? ക്വസ്റ്റ്യൻ ആണോ? ഡൗട്ട് വന്നത് എവിടെയാണ്? ഓക്കെ, ആൻസർ ICU ഇൻചാർജ് ആയിരുന്നു അല്ലെ? ഓക്കെ, മോക്ക് ടെസ്റ്റിൽ ചെയ്തപ്പോൾ സെക്രട്ടറി എന്നാണ് വന്നത് അല്ലെ? അങ്ങനെയാണോ? ഓക്കെ, എറർ കാണിച്ചു. നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടുള്ളൂ കേട്ടോ. ICU ഇൻചാർജ് ആണ് റൈറ്റ് ആൻസർ. എറർ മീൻസ് ICU സെക്രട്ടറി എന്നാണ് കാണിച്ചത് മോക്ക് ടെസ്റ്റിൽ. ആണോ? അതാണോ ചോദിച്ചത്? ക്ലിയർ ആയോ? അത് ടെക്നിക്കലി എറർ വന്നതാണ് കേട്ടോ. ICU ഇൻചാർജ് തന്നെയാണ് കേട്ടോ. ICU സെക്രട്ടറി എന്നാണ് കാണിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ICU ഇൻചാർജ് തന്നെയാണ്. നമ്മൾ ടെക്സ്റ്റിലെ ആൻസർ തന്നെയാണ് കേട്ടോ കറക്റ്റ്. നമ്മളിവിടെ ചിലപ്പോൾ മോക്ക് ടെസ്റ്റിലെ എന്തെങ്കിലും മിസ്റ്റേക്കില് എറർ വന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയില്ലേ? ഓക്കെ, ദെൻ ICU എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചെല്ലാവരോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നുണ്ടോ എല്ലാവരും? അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാമിന് വേണ്ടി വെച്ചിരിക്കുകയാണോ? അല്ല. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെയാണോ? ഓക്കെ, നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് അനുസരിച്ചിട്ട് പഠിച്ചു പോണോട്ടോ. കാരണം എക്സാമിന് വേണ്ടി നമ്മൾ എന്താ പറയാ, ആ ഒരു ടൈമിൽ എല്ലാ ചാപ്റ്ററും ഒരുമിച്ച് പഠിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം എല്ലാവരും പഠിക്കാം. ലേബർ റൂം നമ്മൾ ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ, ചെറിയൊരു ചാപ്റ്റർ ആണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പോയിന്റ്സുകളാണ്, ഫെസിലിറ്റീസ് ആണ്. ഇത്രയും എടുത്ത ഭാഗം ഇന്ന് തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാം. ഇനി പലർക്കും ചിലപ്പോൾ ഓരോ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാം, കുഴപ്പമില്ല. മാക്സിമം പറ്റാവുന്നവര് ഇന്ന് തന്നെ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നെടുത്ത ഭാഗം ഇന്ന് തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ക്ലാസ് ഓക്കെ ആണോ എല്ലാവർക്കും? സ്പീഡൊക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ലാസ്റ്റ് ഒരു 5 minutes ആണ് നിങ്ങളോട് സംസാരിക്കാനുള്ള ടൈം. ഓക്കെ, അപ്പോ വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാലോ? ഓക്കെ എല്ലാവരും റെസ്പോൺസ് ഒക്കെ ചെയ്യാട്ടോ. കാരണം നമ്മള് ഒരു എന്താ പറയാ, നമ്മളൊരു ഇന്ററാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് അല്ല. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അവിടെ കുറച്ച് റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരും. എങ്കിലേ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുകയുള്ളൂ.
അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം നിങ്ങളോട് ഞാൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറയും അല്ലെ. അപ്പൊ അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും ഈക്വൽ ആയിട്ട് തന്നെയാണ് അല്ലെ. നിങ്ങൾക്ക് ചിലപ്പോ എല്ലാവരും ഒരേപോലെ അറിവുള്ളവരായിരിക്കില്ല, എല്ലാം ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം. എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയാറില്ലേ ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കമന്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss. Thank you, Miss. Thank you, ma'am. Thank you, ma'am.